ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കെമിസ്ട്രി എക്സാമും കഴിഞ്ഞു. +2 കെമിസ്ട്രി എക്സാമും കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇത്? എക്സാം കെമിസ്ട്രി തന്നെയാണോ? സത്യം പറഞ്ഞാൽ എല്ലായ്പ്പോഴും നെഗറ്റീവ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ തോന്നുന്നു. എന്നാൽ നല്ലോണം നെഗറ്റീവാണല്ലോ ഗൈസ്. എക്സാം സത്യം പറഞ്ഞാൽ ടഫായിരുന്നു. എനിക്ക് ടഫായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും ടഫായിരുന്നു, എൻ്റെ സ്കൂളിലുള്ള പകുതി മുക്കാൽ പേർക്ക് ടഫായിരുന്നു. ചില ക്വസ്റ്റ്യൻസൊക്കെ നല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു തോന്നുന്നു. ബട്ട് ദ പ്രോബ്ലം മീൻസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ചെയ്യാൻ മറന്നു. എന്താ പറയാ, ചെയ്യാൻ മറന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കാട്ടിത്തരാം. സോ ഗായ്സ്, ആദ്യത്തെ സെക്ഷൻ ഒന്നാമത്തെ എന്താണ് അറിയില്ല. രണ്ടാമത്തെ എഴുതി 0 ഓർഡർ. ഇത് CU. ഞാൻ എഴുതിയിരിക്കുന്നത് ആൻസർ തെറ്റാണോ ശരിയാണോ അറിയില്ല. ഇതെഴുതിയില്ല. ഇത് എനിക്ക് ഇങ്ങനെ എന്തോ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് തോന്നുന്നു. ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇത് ഞാൻ നേരെ പഠിച്ചില്ല. ഇതെന്താ സംഭവം മനസ്സിലായില്ല. ഇതെന്താണ്? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്തോ ചെയ്യേണ്ടതാണ്. ഇതെനിക്കറിയില്ലായിരുന്നു. ബ്രോമിൻ വാട്ടർ. ഇത് ആദ്യത്തെ മാത്രം ചെയ്തു. ഇത് ചെയ്തില്ല. ഇത് ചെയ്തു. പിന്നെ ഒന്നും ചെയ്തില്ല. ഇതൊക്കെ ടിക്ക് കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. സർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ ഒന്ന് എന്ത് എഴുതിയെന്ന് തോന്നുന്നു. സ്റ്റെറിക് എഫക്റ്റും R+ എഫക്റ്റും ഫ്രിംഗിൾസ്റ്റൺ റിയാക്ഷൻ ചിലപ്പോൾ അത് മാത്രം എഴുതിയിട്ടുണ്ടാവും. പിന്നെ കൊണ്ട് മേലത്തെ വണ്ടോ ഫാക്ടർ എന്താണ് അതെഴുതി. ഞാൻ അത് എഴുതിയില്ലേ? ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ എഴുതിയില്ല? ഓസ്മോട്ടിക് പ്രഷർ ഇതും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് എഴുതിയില്ലോ. ഇത് മാത്രം എഴുതി. ഇതും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതെന്തോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇത് ഓക്കെയാണ്. പിന്നെ ഇത് ചെയ്തു. ഗൈസ് കണ്ടില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ടെന്ന്? ലാസ്റ്റത്തെ സെക്ഷനൊക്കെ സത്യം പറഞ്ഞാൽ സിമ്പിൾ തന്നെയായിരുന്നു. സിമ്പിൾ അല്ല, എന്തൊക്കെയോ എഴുതാൻ പറ്റുമായിരുന്നു. ഞാൻ മൊത്തം കൊളാപ്സായി സത്യം പറഞ്ഞാൽ. ആദ്യത്തെ 2 സെക്ഷൻ കണ്ടപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവലും എല്ലാം പോയി. 4-5 ദിവസം ഇതിനു വേണ്ടി സ്പെഷ്യലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസമല്ലേ ഫിസിക്സ് എക്സാം കഴിഞ്ഞ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ നല്ലോണം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈവ് വന്നാലും നല്ലോണം എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് റിസൾട്ട് ഉണ്ടായില്ല. കുഴപ്പമില്ല, എന്താ പറയുക, നല്ല സാറുണ്ട്. പിന്നെ ഇപ്പം തന്നെ ചില CBSE കുട്ടികളുണ്ട് ഇത്രയും സിമ്പിളായിരുന്നു എക്സാം, ഇതൊക്കെ ഞങ്ങൾ കിട്ടിയ ഫുൾ മാർക്ക് അടിക്കാമല്ലോ അങ്ങനെയൊക്കെ പറയായിരിക്കും. മേ ബി അടിക്കായിരിക്കും. ഞാൻ അവരുടെ 2024 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. നല്ല ടഫുണ്ട് ഫിസിക്സൊക്കെ. JEE മെയിൻസ് ലെവൽ ഏകദേശം ആയിട്ടുണ്ട്. നമ്മളുടെ ഒന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. ബട്ട് ദ പ്രോബ്ലം ഈസ് ഞങ്ങൾ അത്രത്തോളം ട്രെയിൻ ചെയ്തില്ല, അല്ലെങ്കിൽ അത്രത്തോളം കേപ്പബിൾ ആക്കിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ ചില ക്വസ്റ്റ്യൻസൊക്കെ ഇതൊക്കെ ടെക്സ്റ്റിൽ തന്നെ അല്ല, നോട്ടിലൊന്നും എഴുതി എടുത്തിട്ടേ ഇല്ല. ടെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചിലത് വന്നിട്ടുണ്ട്. ഞാൻ കൺഫ്യൂസായി. എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല വാക്കുകൾ. അങ്ങനെ കെമിസ്ട്രി എക്സാമും പോയി. 1 വർഷം കഷ്ടപ്പെട്ട് അത് പഠിച്ച് അവസാനം ഇത് വലിയ പാഠം തന്നെയാണ് എനിക്ക്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവസ്ഥ ഇതേ തന്നെയാണ് പറയുമ്പോൾ കുറച്ച് സമാധാനമുണ്ട്. ഞാൻ സത്യം നല്ലോണം എഴുതിയില്ല സത്യം പറയാലോ. +1 എനിക്ക് കെമിസ്ട്രിയിൽ ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ജയിച്ചാൽ മതിയെന്നാണ്. അത്രയും ടഫ് ഉണ്ടായിരുന്നു. മോഡലിനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മോഡലൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. ബയോമോളിക്സിൽ വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അറ്റ് എ സർട്ടൻ പോയിന്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഓടിപ്പോയാലെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് എന്താ പറയുക, ചില ക്വസ്റ്റ്യൻസൊക്കെ അറിയാം ബട്ട് എഴുതാൻ പറ്റില്ല. നല്ല സാഡുണ്ട് ഗൈസ്. സാഡായിപ്പോയി ഗൈസ്. 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. +2 പഠിക്കുന്ന ഒരു കുട്ടി ഇംഗ്ലീഷിൽ എന്തോ മാർക്ക് കുറയും പറഞ്ഞിട്ട് സൂസൈഡ് ചെയ്തു. അതൊന്നും കാര്യമില്ല തോന്നുന്നു. ഞാൻ പെട്ടെന്ന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ എല്ലാം എൻ്റെ കഴിവിട്ട് പോയാലോ, അങ്ങനെ കൊളാപ്സായി സത്യം പറഞ്ഞാൽ. സൂസൈഡ് ചെയ്താലോ വിചാരിച്ചു. പിന്നെ ന്യൂസൊക്കെ കണ്ടിട്ട് എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ കനോട്ട് ഡിസൈഡ് മൈ ഫ്യൂച്ചർ, അത്ര പറയാനുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റിഗ്രറ്റ് അത് കാരണം എനിക്ക് റിഗ്രറ്റ് അടിക്കില്ല തോന്നുന്നു. 4 ദിവസമാണെങ്കിൽ 4 ദിവസം നല്ലോണം എഫേർട്ട് ഇട്ടു. അവസാനം പേപ്പർ കുറച്ച് ടഫായിട്ട് വന്നു. കാര്യമില്ല, കുഴപ്പമില്ല. എൻ്റെ പ്രോബ്ലം ആയിട്ട് 2-3 ക്വസ്റ്റ്യൻസിൽ അങ്ങനെ സ്റ്റക്കായി ഇരുന്നു. അതാണ് എൻ്റെ പ്രോബ്ലം. അപ്പോൾ എക്സാം കഴിഞ്ഞില്ല, എന്നെ പറഞ്ഞ കാര്യമില്ല. പിന്നെ ഗൈസ്, നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 2-3 കമൻസൊക്കെ
ചെറുതായിട്ട് ഹേർട്ടാക്കുന്ന പോലെ ഉണ്ടായിരുന്നു. എനിവേ കുഴപ്പമില്ല, ഐ ലവ് ദാറ്റ്. പിന്നെ കുറേ പേര് ഞാൻ തമിഴിനോ ബംഗാളിയോ ആണ് വിചാരിച്ചു. തമിഴിനോ ബംഗാളിയോ ഒന്നുമല്ല, ഞാൻ മലയാളിയാണ്. എൻ്റെ സംസാരം ഇങ്ങനെയാണ്, പാലക്കാട് ഭാഷ. ഹാപ്പി ടു ഇയർ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഗൈസ് സത്യം പറഞ്ഞാൽ 2000 പേരൊക്കെ എൻ്റെ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക. 2 പേരുടെ സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. പിന്നെ വലിയ വലിയ ആൾക്കാർ പറയാറില്ലേ ഒരു തവണ തോറ്റു പറഞ്ഞിട്ട് കൈവിട്ടിട്ടുണ്ടെന്ന്. നമ്മൾ മാത്സ് എക്സാമിന് നല്ലോണം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേര് പറയും അതും ഇതേപോലെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, എഫേർട്ട് ഇട്ടില്ല പറഞ്ഞ് സമാധാനം ഇരിക്കുക. ഞാൻ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും പിന്നെ എൻ്റെ അവസ്ഥയാണ്. ഇപ്പം നിങ്ങൾ അതേ അവസ്ഥ അനുഭവിക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ പേപ്പർ നമ്മുടെ ലൈഫൊന്നും ഡിസൈഡ് ചെയ്യില്ല. ഞാൻ പറയുന്നുണ്ട് ചിലപ്പോൾ അത് ഡിസൈഡ് ചെയ്യാം, മേ ബി ഇല്ലേ, വേറെ എന്തെങ്കിലും ചെയ്യാം. എല്ലാവരുടെ ഇത് അവസ്ഥ തോന്നുന്നു. എനിക്ക് സങ്കടം വരുന്നു. ഇനി കാര്യം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, ഇനി കറണ്ട് കാര്യമില്ല. വീഡിയോ കഴിഞ്ഞു ഗൈസ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ചെയ്യൂ, എന്താ നോക്കാമല്ലോ. പിന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, വല്ലാത്തൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ലവ് യു ഓൾ ഗൈസ്, ബൈ.